ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് നമുക്ക് വെറൈറ്റി ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ ചിക്കൻ ചുക്കയൊക്കെ പൊതുവെ ഒരുപാട് സമയമൊക്കെ എടുത്ത് പാനിലല്ലേ ചെയ്യാറ്. അപ്പോൾ കുക്കറിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ വെറും 10 മിനിറ്റ് കൊണ്ട് സംഭവം റെഡിയാവും കേട്ടോ. പ്രത്യേകിച്ചും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചിക്കൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചിക്കൻ 850 ഗ്രാമാണ് വെയിറ്റ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെറിയൊരു മസാല റെഡിയാക്കി കൊടുക്കണം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് നിങ്ങളുടെ പൊടിൻ്റെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് ഫെനൽ സീഡ്സ് പൗഡർ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഏകദേശം ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് അളവിൽ ഇഞ്ചി, ഒരു 3 പച്ചമുളകും കൂടി ചതച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ ചുക്കയുടെ മെയിൻ താരം എന്ന് പറയുന്നത് അറിയാലോ, ഫ്രൈഡ് ഓണി, അതായത് പൊരിച്ച സവാളയാണ് കേട്ടോ. നമ്മൾ നോർമൽ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ചെറിയ 3 സവാളയാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 മതി കേട്ടോ, കാരണം 850 ഗ്രാം ചിക്കൻ അല്ലേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഗ്രേവി മസാല ടൈപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ അളവ് കൂട്ടാം. പിന്നെ ഇതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി കൈ കൊണ്ട് നന്നായിട്ട് ഞെരടി നമ്മുടെ ചിക്കനിലേക്കും കൂടി മസാല നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നല്ലപോലെ ചിക്കനിലും കൂടി മസാല റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പക്ഷേ ഞാനിതിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കുക്കറിൽ തന്നെയാണ് ഞാൻ സവാള ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അധികം വന്ന എണ്ണ എടുത്തിട്ട് മാറ്റിയിട്ട് ബാക്കി കുറച്ച് എണ്ണ മാത്രം നമുക്ക് ചിക്കനിലേക്ക് ആവശ്യമായത് മാത്രമാണ് കുക്കറിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളൂ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുണ്ടായത്. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ മസാല റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കനില്ല, അത് മസാലയോട് കൂടി മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ ചിക്കൻ മൊത്തത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടത്തിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക കുക്കർ. എന്നിട്ട് 2 വിസിലാണ് നമ്മുടെ ചിക്കൻ ചുക്ക റെഡി ആവാനായിട്ട് ആവശ്യമുള്ള. ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കൻ വെന്ത് കിട്ടിക്കോളൂ. അങ്ങനെ ഇതാ 2 വിസിലടിഞ്ഞതിന് ശേഷം പ്രഷർ മൊത്തത്തിൽ പോയതിന് ശേഷം സാവധാനം കുക്കർ തുറന്ന് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ചുക്ക അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നിന്ന് തുറന്നതിന് ചെറിയൊരു ഈർപ്പം കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ ഒരു 1-2 മിനിറ്റും കൂടി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കണേ, അടുപ്പ് തുറന്ന് വെച്ചിട്ട്. പിന്നെ ചില ചിക്കനിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അങ്ങനെ അതിനനുസരിച്ച് ഗ്രേവി കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യട്ടെ, നല്ലപോലെ തിളപ്പിച്ചെടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല അടിപൊളിയായിട്ട്. ഞാനിതിപ്പം ഗീ റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓവർ ഡ്രൈ ആവാൻ വെയിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അപ്പോൾ തന്നെ സെർവ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത്. നിങ്ങൾക്ക് ചുക്കയുടെ ടെക്സ്ചർ അറിയാലോ, കുറച്ചൊരു ചുക്ക് പോലെ കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് ഉണ്ടാവുക. അങ്ങനെ നിങ്ങൾ ചപ്പാത്തിക്കൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ കൂടുതൽ ഇനിയും ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. അതിനനുസരിച്ച് നിങ്ങൾ തിളപ്പിച്ചെടുക്കണം എന്നേ ഉള്ളൂ, അടപ്പ് തുറന്ന് വെച്ചിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടെക്സ്ചറും ആ ഒരു കളറും ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ. കുക്കറിൽ ചെയ്തെടുത്തതെന്ന് പറയില്ല, ടേസ്റ്റിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പോൾ എന്തായാലും നോമ്പൊക്കെ ആവാറായി. നോമ്പിനൊക്കെ നമ്മൾ ചിക്കൻ കൊണ്ടൊക്കെ ഇതുപോലെ ഇൻസ്റ്റൻറ്റ് റെസിപ്പീസ് അല്ലേ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്